ബി.ജെ.പി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തുവെന്ന് പാലക്കാട് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. പോളിംഗ് ശതമാനത്തിലെ കുറവ് എൽ.ഡി.എഫിനും യു.ഡി.എഫിനും തിരിച്ചടിയാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു ബൂത്ത് അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ പോളിംഗ് നടത്തി ആ വോട്ടുകൾ പരമാവധി പോളിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ രണ്ട് മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും അത് രണ്ട് മുന്നണികളെയും ബാധിക്കും. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വടക്കുന്നാഥിന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട് വിജയം എൻ.ഡി.എക്ക്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ബി.ജെ.പിക്ക് ഇത്രമാത്രം ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകം എന്താണ്? സംഘടനാ പ്രവർത്തനം തന്നെയാണ്. അതായത് താഴെത്തട്ടിൽ നടത്തിയ സംഘടനാ പ്രവർത്തനം, സ്വന്തം വോട്ടുകൾ പോൾ ചെയ്യാൻ കഴിഞ്ഞു. ഇതൊക്കെയാണ് ബി.ജെ.പി ആത്മവിശ്വാസമായി പറയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം, കണ്ണാടിയിലും മാത്തൂരിലും സാധാരണഗതിയിൽ യു.ഡി.എഫ് ക്യാമ്പിലേക്ക് വോട്ടുകൾ പോകാറുണ്ട്. പക്ഷേ എൽ.ഡി.എഫ് ഇത്തവണ അവിടെ നല്ല സംഘടനാ പ്രവർത്തനം നടത്തി. ഈ രണ്ട് പഞ്ചായത്തുകളിലും എൽ.ഡി.എഫ് ഒന്നാം സ്ഥാനത്തെത്തും എന്നതാണ് അവരുടെ ഒരു കണക്കുള്ളത്. അതുകൊണ്ട് തന്നെ നഗരസഭയിൽ ഏതാണ്ട് 9,000-നും 10,000-നും ഇടയിൽ ലീഡ് നേടുകയും മറ്റു പഞ്ചായത്തുകളിൽ വല്ലാതെ പിന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മറികടക്കാൻ സാധിക്കും. ഇപ്പോൾ പിരായിരി പോലുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം കാര്യമായി കുറഞ്ഞതും വലിയ ആശ്വാസമായി എൻ.ഡി.എ ക്യാമ്പ് കാണുകയാണ്. പ്രത്യേകിച്ച് കണ്ണാടി ഉൾപ്പെടെയുള്ള മേഖലകളിലും പോളിംഗ് ശതമാനം കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ആത്മവിശ്വാസം പ്രധാനമായും നേരിട്ട് താഴെത്തട്ടിൽ ഏതാണ്ട് 6,000-ഓളം വോട്ടർമാർ ബി.ജെ.പിയിൽ നിന്ന്, ബി.ജെ.പിക്കാരായ ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കൃത്യമായി വോട്ട് ചെയ്യാറ്, സംഘപരിവാർ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരുന്നിട്ടുണ്ട്. അത് ഓരോന്നും ഓരോ മണിക്കൂറിലും ഇടവിട്ട് ഈ വോട്ടുകൾ പരിപൂർണമായും പോള് ചെയ്യിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നതാണ്. അത് ഇന്നലെ പോളിംഗ് നടന്ന സമയത്തും അത് നടന്നു. അത് പൂർണ്ണമായും പോൾ ചെയ്തു. അതാണ് ബി.ജെ.പി നഗരസഭയിലടക്കം ഈ ഒരു നേരത്തെ ഒരു 6,000-ൽ പരം വോട്ടുകളുടെ ലീഡാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 9,000-ഓളം എത്തും, അല്ലെങ്കിൽ 10,000-ഓളം എത്തും എന്നും പറയുന്നത്. മാത്രമല്ല യു.ഡി.എഫിലേക്ക് മാത്തൂരിൽ നിന്നും കണ്ണാടിയിൽ നിന്നും കഴിഞ്ഞ തവണയുണ്ടായ വലിയ ഷിഫ്റ്റ് അത് ഉണ്ടാകില്ല എന്നും അവർ കരുതുകയാണ്. എന്തായാലും ഇങ്ങനെ ഒക്കെ മുന്നോട്ട് പോകാം, അങ്ങനെ ജയിച്ച് ഒന്നാമതെത്താം. ഫലത്തിൽ അപ്പോൾ സംഭവിക്കുന്നത് എൽ.ഡി.എഫ് രണ്ടാമതെത്തും. കണ്ണാടിയിലും മാത്തൂരിലും കാര്യമായി മുന്നോട്ട് പോകുമ്പോൾ എൽ.ഡി.എഫ് രണ്ടാമതെത്തുമെന്നും ബി.ജെ.പി കണക്ക് കൂട്ടുകയാണ്. എൽദോ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ബി.ജെ.പി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പോളിംഗ് കുറഞ്ഞത് എങ്ങനെയാണ് ഈ ഫലത്തെ സ്വാധീനിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയുകയും വേണം. വാർത്താരംഭം തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം.